ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ N8 യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു AI ഏജന്റിനെ ബിൽഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. AI ഏജന്റ് എന്താണെന്നും N8 യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ നോഡുകൾ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം N8ൻ്റെ ബിഗിനർ ലെവൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് N8 എന്നും എങ്ങനെയാണ് നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ എങ്ങനെ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഓക്കെ, അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. അതിൽ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് N8-ലൊരു ഫ്രീ അക്കൗണ്ട് സെറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു വർക്ക് ഫ്ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം AI ഏജൻ്റ് ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓട്ടോമേഷൻസ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരും AI ഏജൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരും ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ കോഡിങ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം നിങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് AI ഏജൻറ് എന്ന് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി, ഇതുപോലെയുള്ള AI നോളജസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാട്ട് ഈസ് ആൻ AI ഏജൻറ്? AI ഏജൻറ് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. നിങ്ങളൊരു വലിയ കമ്പനിയുടെ ഓഫീസ് ക്യാബിനിൽ ഇരിക്കുകയാണെന്ന് കരുതുക. 4 പാടും വിൻഡോസ് ഒന്നുമില്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ആ ക്യാബിനിലേക്ക് കയറിയത് രാവിലെ 9 മണിക്കാണ്. ആ ഒരു സമയത്ത് പുറത്ത് നല്ല വെയിലായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. സമയം അങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായി. അപ്പോഴാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് നിങ്ങളുടെ മുറിയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നത് പുറത്ത് നല്ല മഴയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് രാവിലെ നിങ്ങൾ 9 മണിക്ക് പുറത്തുനിന്ന് കയറിയപ്പം സമയത്ത് മഴയില്ലായിരുന്നു, വെയിലായിരുന്നു എന്നുള്ള മെമ്മറി മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിലുള്ളൂ. നിങ്ങൾ ആ ഒരു പഴയ നോളജ് വെച്ചിട്ട് പറയുകയാണ് മഴയൊന്നുമില്ല, നല്ല വെയിലാണ് എന്ന് മറുപടി പറഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരിക്കാം. അപ്പോൾ സാധാരണയുള്ള നമ്മുടെ LLMകൾ, ChatGPT, Gemini ഒക്കെ പോലെയുള്ള LLMകൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് ലേറ്റസ്റ്റ് കാര്യങ്ങൾ ചിലപ്പോൾ അറിയില്ല, ഉള്ള അറിവ് വെച്ചിട്ടാണ് അത് നമ്മൾക്ക് ആൻസേഴ്സ് തരുന്നത്. അതായത് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ എപ്പോഴായിരുന്നോ ലാസ്റ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരുന്നത് അത് വെച്ചിട്ടുള്ള ഡേറ്റയാണ് തരുന്നത്. നമ്മളുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് രാവിലെ 9 മണിക്ക് ആണ് നിങ്ങൾ റൂമിൽ കയറിയത്. ആ സമയത്ത് നോളജ് മാത്രമാണ് നിങ്ങൾക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു LLMകളും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളൊരു AI ഏജൻ്റ് ആണെന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങളപ്പോൾ ആലോചിക്കും, എൻ്റെ കയ്യിലുള്ള നോളജ് രാവിലെ 9 മണിക്കത്തെയാണ്, അത് വെച്ച് മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കസേരയിൽ നിന്ന് എണീറ്റ് നിങ്ങളുടെ കാലുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ നടന്ന് പുറത്തേക്ക് പോവും. നിങ്ങളുടെ കണ്ണുകൾ യൂസ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് നോക്കും. എന്നിട്ട് തിരിച്ചു വന്ന് നിങ്ങളുടെ സുഹൃത്തിനോട് പറയും അതേ പുറത്ത് നല്ല മഴയുണ്ട് എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവിടെ നടന്നത്, അല്ലേ? ഒന്നാമതായിട്ട് ചോദ്യം കേട്ടപ്പോൾ ആദ്യം പ്രവർത്തിച്ചത് നിങ്ങളുടെ ബ്രെയിനാണ്. നിങ്ങളുടെ ബ്രെയിൻ ഒരു കാര്യം സ്വന്തം മനസ്സിലാക്കി. എൻ്റെ കയ്യിലുള്ള അറിവ് പഴയതാണ്, അത് വെച്ചിപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള ഒരു ബുദ്ധിയെയാണ് നമ്മൾ AI മോഡൽ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT അല്ലെങ്കിൽ Gemini ഒക്കെ പോലുള്ളത്. രണ്ടാമതായി എന്താണ് സംഭവിച്ചത്? ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാലുകൾ യൂസ് ചെയ്ത് നടന്നു പുറത്തു പോയി, കണ്ണുകൾ യൂസ് ചെയ്ത് നേരിട്ട് കണ്ട് കാര്യം മനസ്സിലാക്കി. ഇവിടെ നിങ്ങളുടെ കാലുകളും കണ്ണുകളുമാണ് നിങ്ങളെ ആ ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സഹായിച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ AIക്ക് വിവരങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ കൊടുക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ ടൂൾസ് എന്ന് വിളിക്കുന്നത്. ഇത് ഗൂഗിൾ സെർച്ച് ആവാം, വിക്കിപീഡിയ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഡേറ്റാബേസ് ആവാം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ബുദ്ധിയും
ടൂളുകളും കൂടി ഒന്നിച്ചു ചേരുമ്പോഴാണ് അതൊരു AI ഏജൻ്റായിട്ട് മാറുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, എനിക്കൊരു കാര്യത്തിൻ്റെ ഉത്തരം അറിയില്ല എന്ന് സ്വയം മനസ്സിലാക്കുകയും അത് എവിടെ പോയി തപ്പിയാൽ കിട്ടും എന്ന് സ്വയം തീരുമാനിക്കുകയും എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് കൃത്യമായ മറുപടി കണ്ടുപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരാളെയാണ് നമ്മൾ AI ഏജൻ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് AI ഏജൻ്റ് എന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് NA10 എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഒരു AI ഏജൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് നമുക്കൊന്ന് പഠിക്കാം. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ AI മോഡലാണ്. നമ്മൾ ക്യാബിനിൽ ഇരിക്കുന്ന നമ്മളാണ് ഈ ഒരു AI മോഡൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം മനസ്സിലാക്കാനായിട്ടുള്ള കഴിവും നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ചോദിച്ചാൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിവുള്ള ആ ഒരു ബുദ്ധി കേന്ദ്രത്തിനെയാണ് നമ്മൾ ബ്രെയിൻ അല്ലെങ്കിൽ AI മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ NA10 കണക്ട് ചെയ്യണ സമയത്ത് നമ്മുടെ ChatGPTയുടെ മോഡലുകളോ ജെമിനിയുടെ മോഡലുകളോ ഒക്കെയാണ് നമ്മളുടെ ഈ ഒരു ബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ട്രെയിനിങ് ഡേറ്റ കട്ട് ഓഫ് എന്നുള്ളത്. അപ്പോൾ ഇത് പല സമയത്തും നമ്മൾ ChatGPTയുടെ അടുത്തും ജെമിനിയുടെ അടുത്തും ഒക്കെ നമ്മളിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ അറിയില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നതിൻ്റെ കാരണം ഈ ഒരു ട്രെയിനിങ് ഡേറ്റ കട്ട് ഓഫ് ആണ്. ഇപ്പോൾ നമ്മൾ രാവിലെ 9 മണിക്ക് കയറിയ സമയത്തുള്ള അറിവാണ് നമുക്കുള്ളൂ അല്ലേ? നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 12 മണിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അറിവ് നമുക്കില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഒരു AI ടേംസിൽ ട്രെയിനിങ് ഡേറ്റ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ടൂൾസ് എന്നുള്ളതാണ്. നമ്മുടെ AIക്ക് എക്സ്റ്റേണൽ വേൾഡുമായിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ ടൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളുടെ കാലുകളും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളുമാണ് നമ്മളുടെ ടൂൾസായിട്ട് നമ്മളെ സഹായിച്ചത്. ആ മുറിയിൽ നിന്നും നമുക്ക് പുറം ലോകത്തേക്ക് പുറത്തു പോയി കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളെ സഹായിച്ചത് നമ്മളുടെ കാലുകളും നമ്മുടെ കണ്ണുകളുമാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ടൂൾ എന്ന് വിളിക്കുന്നത്. ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് നമ്മുടെ ഏജൻറ്റിന് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 4ാമത്തെ ടേം എന്ന് പറയുന്നത് റീസണിങ് ആണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റീസണിങ് ആണ്. അതായത് നമ്മുടെ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഉത്തരം അറിയില്ല, അതുകൊണ്ട് ഞാൻ നടന്ന് പുറത്തു പോയിട്ട് നോക്കണം എന്ന് നിങ്ങൾ എടുത്ത ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ റീസണിങ് എന്ന് പറയുന്നത്. വെറുതെ നമ്മുടെ കയ്യിൽ ടൂളുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, അത് എപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഈ ഒരു കഴിവിനെ നമ്മൾ റീസണിങ് എന്ന് പറയുന്നത്. ഈ ഒരു കഴിവാണ് നമ്മളുടെ AI ഏജൻസിനെ നോർമലായിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ട് നിർത്തുന്നത്. ഇനി നമുക്ക് N8 വന്നിട്ട് എങ്ങനെയാണ് ഏജൻറ്റിനെ ബിൽഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്രിയേറ്റ് വർക്ക് ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ ക്യാബിനിലിരിക്കുന്ന നമ്മുടെ അടുത്ത് വന്ന് ഫ്രണ്ട് ചോദിച്ചില്ലേ, അപ്പോൾ അതുപോലെ ഒരു ഇൻപുട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓൺ ചാറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു നോഡാണ്. അതായത് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാറ്റ് മെസ്സേജ്, ഈ ഒരു ട്രിഗർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ചാറ്റ് ചോദിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഈ ഓപ്പൺ ചാറ്റ് എന്ന് പറയുന്നത് കാണാം. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഇത് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഏജൻറ്റിനെയാണ്. അപ്പോൾ അതിന് ഈ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ AI എന്ന് പറയുന്നത് കാണാം. ഇതിൽ എടുത്തു കഴിയുമ്പോൾ ഇവിടെ AI ഏജൻറ്റ് എന്ന് കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോട്ട്സിൻ്റെ ഇവിടെ AI ഏജൻറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും മതി, നിങ്ങൾക്ക് നമ്മുടെ നോഡ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ AI ഏജൻറ്റ് നോഡ്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ ഒന്ന് നോക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണാം ചാറ്റ് മോഡൽ നമുക്ക് കാണാം. ഈ ഒരു ചാറ്റ് മോഡലാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് AI ഏജൻറ്റിൻ്റെ. രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി കാണാം. ഇതാണ് നമ്മളുടെ ഏജൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഷോർട്ട് ടേം മെമ്മറിയാണിത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന ടൂള്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും നിങ്ങളിവിടെ N8 ഉള്ളിൽ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ചെറിയൊരു
പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് പോലെ ഇവരിവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചാറ്റ് മോഡൽ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏജൻറ്റിൻ്റെ ബ്രെയിൻ. നമ്മൾ നേരത്തെ എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്താണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്? നമ്മുടെ LLMകളാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് മോഡലാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കും. അപ്പം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡലുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഗൂഗിൾ ജെമിനിയുടെയോ ഡീപ് സീക്കിൻ്റെയോ ഏതാണ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു മോഡൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജെമിനി എന്ന് പറയുന്ന മോഡൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബ്രെയിൻ കണക്ട് ചെയ്ത് കൊടുത്തു നമ്മുടെ ഏജൻറ്റിന്. അപ്പോൾ നമ്മുടെ ഏജൻറ്റിന് ബ്രെയിൻ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏജൻറ്റിന് എന്ത് ചെയ്യാം? ചിന്തിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ നമുക്കിനി ഒന്ന് ഏജൻറ്റിൻ്റെ അടുത്തൊരു മെസ്സേജ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ വെദർ ഇൻ തൃശ്ശൂർ ടുഡേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ഫ്ലോ നടക്കുന്ന അനുസരിച്ച് ഇത് ടിക്ക് ചെയ്തു. അപ്പോൾ ഇതിലേക്ക് വന്നു, ഏജൻറ്റിൻ്റെ ഉള്ളിൽ വന്നു, നമ്മുടെ മോഡലിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ആൻസർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയേ. ഐ ക്യാനോട്ട് ഗിവ് യു റിയൽ ടൈം വെദർ അപ്ഡേറ്റ് ആസ് ഐ ഡോണ്ട് ഹാവ് ലൈവ് ആക്സസ് ടു ദ കറൻറ്റ് വെദർ കണ്ടീഷൻസ്. കണ്ടോ? അപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം തരാനായിട്ട് കഴിയില്ല, കാരണം എൻ്റെ കയ്യിൽ കറൻറ്റ് വെതർ കണ്ടീഷൻസ് അവൈലബിൾ അല്ല എന്നുള്ളത് നമ്മുടെ അടുത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്തു? ചിന്തിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ അടുത്ത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഏജൻറ്റിന് നമ്മൾ ടൂള് കണക്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളുടെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ നമ്മൾ അതിന് കാലും കണ്ണും ഒക്കെ വെച്ച് കൊടുക്കണം. എന്നാലാണ് അതിന് പുറത്ത് പോയി നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ അതിൻ്റെ കയ്യിൽ പുറത്ത് പോയി നോക്കാൻ പറ്റൂല, റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? ഇനി ടൂൾസിൻ്റെ ഉള്ളിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ വെതർ സെർച്ച് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സെർപ്പ് API എന്ന് പറയുന്നത് ഇത് ഗൂഗിൾ സെർച്ചിന് വേണ്ടിയിട്ടുള്ളതാണ്, ഉള്ള ടൂളാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ ക്രെഡൻഷ്യൽസ്, ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ API കീ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? serpapi.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വെച്ച് വെരിഫൈ ചെയ്യണം. ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ച് വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക് ആവത്തില്ല. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? API കീ കിട്ടും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് API കീ ഇവിടെ നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്യാം. ഡോക്യുമെൻറ്റേഷൻസിൽ വന്നാൽ മതി. ഗൂഗിൾ സെർച്ച് API എന്ന് പറയുന്ന ഡോക്യുമെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ API കീ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. API കീ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് അവിടെ സെറ്റാവും. വേറെ ഒന്നും നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ടില്ല. അങ്ങനെ നമ്മൾ സെർപ്പ് API ഇവിടെ കണക്ട് ചെയ്തു. സെർപ്പ് API കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏജൻറ്റിന് നമ്മൾ ടൂള് കൊടുത്തു. അതായത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തുകൊണ്ട് വരാനായിട്ടുള്ള ഒരു ടൂളാണ് നമ്മളിവിടെ നമ്മുടെ ഏജൻറ്റിന് കൊടുത്തത്. അതായത് ഏജൻറ്റിന് നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ കാലും അതുപോലെ കണ്ണും നമ്മൾ കൊടുത്തു, പോയി ഫൈൻഡ് ചെയ്തുകൊണ്ട് വരാനായിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഏജൻറ്റ് കോൺവെർസേഷൻസ് എപ്പോഴും ഓർത്ത് വെക്കണം, അല്ലേ? നമ്മളിതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിനെ കുറിച്ച് അപ്പം ഞാൻ ചോദിച്ച ഒരു കാര്യത്തിൻ്റെ ഫോളോ അപ്പ് പോലെ ആയിരിക്കും ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏജൻറ്റിന് ചെറിയൊരു മെമ്മറി നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഏജൻറ്റ് എന്ത് പറ്റും? നമ്മൾ ഈ ഒരു സെഷൻ തീർന്നു കഴിയുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സിമ്പിൾ മെമ്മറി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. N8 തന്നെ ഒരു സിമ്പിൾ മെമ്മറി സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഏജൻറ്റിന് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏജൻറ്റിന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾക്കിത് ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. വാട്ട് ഈസ് ദ വെദർ ഇൻ തൃശ്ശൂർ ടുഡേ എന്ന് ഞാൻ ചോദിക്കുവാണ്.
ഇപ്പോൾ നോക്കിയേ, ഏജൻറ്റ് സെർപ്പിലേക്ക് പോയി അവിടെ നിന്നും എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ആൻസർ തന്നു. ദ വെദർ ഇൻ തൃശ്ശൂർ ഇസ് സണ്ണി വിത്ത് ടെമ്പറേച്ചർ ഓഫ് 94 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു AI ഏജൻറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഏജൻറ്റിന് ബ്രെയിൻ കൊടുത്തു. ബ്രെയിൻ മാത്രം നമ്മൾ കൊടുത്ത സമയത്ത് ഏജൻറ്റിന് എന്ത് പറ്റിയില്ല, നമ്മൾ ചോദിച്ച ഒരു കാര്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം തരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഏജൻറ്റ് പറഞ്ഞു എനിക്ക് ആ ഒരു കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളത് പറഞ്ഞു. നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൂള് കണക്ട് ചെയ്ത് കൊടുത്തു. ടൂള് കണക്ട് ചെയ്ത് കൊടുത്ത സമയത്ത് ഏജൻറ്റ് എന്ത് ചെയ്തു, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇന്നത്തെ തൃശ്ശൂരിലെ വെതർ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നത്. ഇപ്പം നമ്മുടെ ഏജൻറ്റിന് നമ്മൾ ബ്രെയിനും മെമ്മറിയും ടൂളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏജൻറ്റിന് എപ്പോഴും നമ്മളൊരു ക്യാരക്ടർ സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് നമ്മുടെ ഏജൻറ്റ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളൊരു റിയൽ യൂസ് കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും അത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ഏജൻറ്റ് എന്ന് പറയുന്ന നോഡിൽ തന്നെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സിസ്റ്റം മെസ്സേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഏജൻറ്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനൊരു സിസ്റ്റം മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുകയാണ്, യു ആർ എ ഹൈലി എഫിഷ്യൻറ്റ് ആൻഡ് അക്യുറേറ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ്. അപ്പോൾ അവൻ ആരാണ്, ഏജൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഏജൻറ്റിൻ്റെ ഗോൾ എന്താണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. നമ്മളോട് പറയാം എപ്പോഴും സെർപ്പ് API യൂസ് ചെയ്തിട്ട് വേണം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്. അതുപോലെ യൂസർ മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയാം. കുറച്ച് പ്രൊഫഷണലായിട്ട് സംസാരിക്കണം, ഹാലുസിനേറ്റ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഏജൻറ്റിന് ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം മെസ്സേജ് വഴി. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഏജൻറ്റിന് എപ്പോഴും നമ്മൾ സിസ്റ്റം മെസ്സേജിൻ്റെ ഉള്ളിൽ ഏജൻറ്റ് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളെപ്പോഴും ഏജൻറ്റിൻ്റെ സിസ്റ്റം മെസ്സേജിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു AI ഏജൻറ്റിനെ ബിൽഡ് ചെയ്യാവുന്നത് നിങ്ങൾക്ക് N8 യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇതൊരു വെറും ചാറ്റ് ബോട്ട് മാത്രമല്ല, ഇതിൻ്റെ റിയൽ യൂസ് കേസസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റഡ് റിസർച്ച് ചെയ്യാം, അതുപോലെ കസ്റ്റമർ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിലൊക്കെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് ആൻസേഴ്സ് പറയുന്ന രീതിയിലുള്ള AI ഏജൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ ഡേറ്റ നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് എന്നിട്ട് സേവ് ചെയ്യാം. സോഷ്യൽ മീഡിയ അസിസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകളൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പോസ്റ്റുകളൊക്കെ ഇൻസ്റ്റഗ്രാമിലോ ലിങ്ക്ഡിനിലോ ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന രീതിയിലുള്ള ഏജൻസിനെ ബിൽഡ് ചെയ്യാം. പേഴ്സണൽ ഓർഗനൈസറായിട്ട് നമുക്ക് AI ഏജൻസിനെ യൂസ് ചെയ്യാം. നമ്മുടെ ഗൂഗിൾ കാലണ്ടറൊക്കെ നോക്കി അപ്പോയിൻമെൻറ്റുകളൊക്കെ ബുക്ക് ചെയ്യാനും മീറ്റിങ്ങുകളൊക്കെ റീഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഏജൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഒരു എക്സാമ്പിളിൽ പോലെ നമ്മൾ ക്യാബിനിലിരിക്കുന്ന നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനോ ഒക്കെ വേണ്ടി പുറം ലോകത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു AI ഏജൻറ്റ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഏജൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. 2026 ഒരുപാട് ജോബ് ഓപ്പണിങ്സ് വരാനായിട്ട് ഹൈ ഡിമാൻഡ് വരുന്ന ഒരു ഫീൽഡാണ് AI ഏജൻറ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. കോഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതുണ്ട്, അതുപോലെ നോ കോഡ് യൂസ് ചെയ്ത്. ഇപ്പോൾ കോഡിംഗ് ഒക്കെ അറിയാത്തവർക്കാണെങ്കിലും കോഡിംഗ് അറിയുന്നവർക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഓട്ടോമേഷൻസ് ചെയ്യാൻ പറ്റുന്നത് N8. ചില ജോബ് റോൾസ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് N8 യൂസ് ചെയ്തിട്ട് ഉള്ള ജോബ് റോളുകൾ. ഒന്നെന്ന് പറയുന്നത് AI ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സാണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെയൊക്കെ വർക്ക് ഫ്ലോ ഒക്കെ എങ്ങനെ AI യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കി അത് ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കുന്നവരാണ് AI ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ്. രണ്ടാമെന്ന് പറയുന്നത് വർക്ക് ഫ്ലോ ആർക്കിടെക്ട്സ് ആണ്. പല ആപ്പുകളെയൊക്കെ AI ഏജൻറ്റുകളെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നവരാണ് ഈ ഒരു വർക്ക് ഫ്ലോ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. അവർക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, N8 എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളത് AI സൊല്യൂഷൻസ് കൺസൾട്ടൻസ് ആണ്. അതായത് നമ്മൾ
AI യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു കമ്പനീസിനൊക്കെ അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നവരാണ് AI സൊല്യൂഷൻസ് കൺസൾട്ടൻസ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ടൂളുകൾ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വർക്ക് ഫ്ലോസ് ബേസിക് ആയിട്ടുള്ള ഒരു AI ഏജൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാലാണ് ഒരു ബിസിനസ്സിൽ എവിടെ നമുക്ക് AI ഏജൻറ്റിനെ കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുള്ളത് അവർക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഉള്ളത് AI ഏജൻറ്റിക് ഡെവലപ്പറാണ്. അതായത് സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഓട്ടോണമസ് ആയിട്ടുള്ള AI ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളാണ് ഇവരൊക്കെ. വളരെ രീതിയിലുള്ള ജോബ് ഓപ്പണിംഗ് ആണ് ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഇപ്പം ജോബ് മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഫ്രീലാൻസിങ് ഫീൽഡുകളിലും ഇപ്പം നല്ല രീതിയിൽ ഓപ്പണിങ്സ് കാണുന്നുണ്ട്. ഇപ്പം അപ്വർക്ക്, ഫിവർ പോലെയുള്ള സൈറ്റുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ N8 ഓട്ടോമേഷൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ AI ഏജൻറ്റ് ബിൽഡർ, AI ഏജൻറ്റ് ഡെവലപ്പർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊജക്ട്സ് ഓരോ ആൾക്കാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ടുള്ള രീതിയിലും ഈ ഒരു കരിയർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു കരിയറായിട്ട് എടുക്കാനായിട്ടൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള വർക്ക് ഫ്ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക ഫസ്റ്റ് തന്നെ. അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു AI ഏജൻറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ കാണിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ എന്ത് കിട്ടും, നമുക്ക് ജോബ് കിട്ടാനും അതുപോലെ വർക്ക് കിട്ടാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെക്കുക, ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വെറുതെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ട്യൂട്ടോറിയൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ചെയ്തു നോക്കുക. സിസ്റ്റം ഓപ്പൺ ആക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ വർക്ക് ഫ്ലോസ് ആണെങ്കിലും പോലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒരു N8 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോക്കലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലോക്കലായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേറെ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുപോലെ ജെമിനിയുടെയൊക്കെ ഫ്രീ മോഡലുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ഏജൻസിനെയും വർക്ക് ഫ്ലോസ് ഒക്കെ ബിൽഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. റെസ്യൂമേൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. താങ്ക് യു ഫോർ വാച്ചിങ്.